തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട ആളെ കാണാതെ പോകാൻ കഴിയില്ല അല്ലേ മധുവേട്ട? ദിവിഷേ, തൃശ്ശൂർ പൂരത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒരുക്കങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആനച്ചമയങ്ങൾ ഉണ്ടാക്കുന്ന മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങുന്ന ഒരുക്കങ്ങളാണ് പൂരത്തിൻ്റെത്. ആ പൂരത്തിന്റെ ഒരുക്കങ്ങൾക്കൊക്കെ അപ്പുറത്ത് തൃശ്ശൂർ വന്നാൽ എന്താ പറയാന്നുള്ള ഒരു കാര്യത്തിലാണ് എനിക്ക് സംശയം. ഒരു വിശദീകരണത്തിന് ആവശ്യമില്ല. എന്തുട്ട പൂരത്തിന്റെ ഏർപ്പാട് ഗംഭീര കളറാക്കിണ്ടല്ലോ, രണ്ടാളും ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് പൂരം? ഉഷാറാവണേല്ലേ? വിളംബരം തുടങ്ങണേല്ലോ. വെയിലത്തേക്ക് ഇറങ്ങിയതാ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇക്കൊല്ലം എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാം പൊളി തന്നെ. ഇവിടുന്നോട്ട് തുടങ്ങല്ലേ? വിളംബരം കഴിയണു. വിളംബരം കഴിഞ്ഞു. വിളംബരം ഫുൾ ടൈം ഉണ്ട് മറ്റന്നാവരെ അല്ലേ? ഡ്യൂട്ടി ഉണ്ടോ അവിടെ? ഇല്ല ഇല്ല ഇല്ല. അത് പറഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടി ഡിപ്പിയല്ലേ. അല്ലേ ദിവീഷ് മറ്റേ പന്തുകളി കണ്ട് ഭയങ്കര ഫാനായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. അതെ വിജയേട്ടാ, ഈ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ വിജയേട്ടനെ കാണാതെ പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഏതൊക്കെ കൊമ്പന്മാരുണ്ടോ അതിലൊരു വലിയ കൊമ്പനാണ് വിജയേട്ടൻ അല്ലേ? ഇപ്പോൾ ഇവിടെ കാണുന്ന ആളുകൾക്കൊക്കെ ഉണ്ടോ വിജയേട്ടനെ കാണാൻ? ഈ അടുത്തും വിജയേട്ടൻ്റെ പഴയ കിക്കുകളൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴും ഈ ഒരു വൈബ് നിലനിർത്തി? ഇപ്പോഴത്തെ സ്റ്റൈൽ അതാണല്ലോ, ഈ ചെറിയ ഒരു 15 വയസ്സുള്ള പിള്ളേരുടെ വൈബ് വിജയേട്ടൻ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് സംഭവം? 60 വയസ്സായ ആളാ. അതുപോലെയാണ് ഇവരെ കണ്ടുപിടിച്ചാണ്. കേരള പോലീസ് കോളനികൾ കണ്ടുള്ളതാണ്. നോക്കണപ്പോ എന്നിട്ട് അവയോണ് ഉമ്മക്കാവാലോ. എന്തായാലും എനിക്കിട്ടൊന്നാണ്. എന്നാലും സന്തോഷാറായി. അപ്പൊ പൂരത്തിന്റെ ഒരു മൊത്തം അവസ്ഥയിലുണ്ട്. പൊളിയായി. അത് പാർമികാത്തിനും മതിയോ? ബ്രസീലാണോ ചോദിക്കണ പോലെയാണ്. നമുക്ക് രണ്ടുപേരും വേണം, എന്നാലും തൃശ്ശൂരാണ്. മണത്തിൽ വരെ എലിഞ്ഞിത്തറയാം. രണ്ടിലുണ്ടോ? എലിഞ്ഞിത്തറയുണ്ടാവും. ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടിയാണ്. അപ്പൊ തൃശ്ശൂർ പൂരത്തില് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല ആളാണ് ഇവിടെ ഉണ്ട്. നമുക്ക് നാളെ കാണണം. തൃശ്ശൂർ പൂരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പരിപാടിയില് എല്ലാം കാണണമെന്നാണ് ശ്രീധര പറയണേ. ശരി, അപ്പൊ